ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ മന്ത്രി ഗണേഷ് കുമാർ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് കേട്ടോ. അവസാന കാലത്ത് മമ്മൂട്ടിയും ശ്രീനിവാസനും തമ്മിൽ തെറ്റല്ലായിരുന്നു. അതെന്താണ് കാരണം എന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പോൾ ശ്രീനിവാസനെ കുറിച്ചിട്ട് കുറേ ഓർമ്മകൾ പറയുകയാണ് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ കേട്ടോ. അദ്ദേഹം പറയുന്നത് ശ്രീനിവാസൻ ഭയങ്കര ജീനിയസ് ആയിരുന്നു, പക്ഷെ ഒരു സാധാരണക്കാരനാണ്. ജീനിയസിലുള്ള സാധാരണക്കാരനാണ് കേട്ടോ. പക്ഷേ അദ്ദേഹം ആകെ ഇപ്പൊ ഈ ജഗദീഷ് എന്ന് പറഞ്ഞ നടനെ എല്ലാവർക്കും അറിയാലോ. ഈ ജഗദീഷിന്റെ മുട്ടുകുത്തിക്കാൻ പറ്റിയ ഒരേ ആള് ശ്രീനിവാസൻ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ശ്രീനിവാസൻ ശരിക്കും ജഗദീഷ് ആരടുത്തും പിടിച്ചു നിൽക്കുന്ന ഒരാളാണ്. നമ്മളതിനെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട് അല്ലെ. ഒരുപാട് ഇങ്ങനെ ശരിക്കും വാക്ചാതുര്യത്തില് ജഗദീഷിനെ വെല്ലാൻ ആരുമില്ല എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. പക്ഷെ അതിനപ്പുറമായിരുന്നു നമ്മുടെ ശ്രീനിവാസൻ എന്ന് പറയുന്നത്. ജഗദീഷിനെ അടിയറവ് പറയിപ്പിക്കും ശ്രീനിവാസൻ. ജഗദീഷ് ആകെ കൂടി അടിയറവ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശ്രീനിവാസന്റെ മുന്നിൽ മാത്രമായിരുന്നു എന്ന് പറയുന്നത്. പിന്നെ പക്ഷേ മുകേഷ് ഉണ്ടല്ലോ, മുകേഷ് ഒരിക്കലും അടിയറവ് പറയില്ല എന്ന് പറയുന്നത്. മുകേഷ് അങ്ങനെ പിടിച്ചു നിൽക്കും ശ്രീനിവാസന്റെ മുന്നിൽ എന്നാണ് പറയുന്നത് ട്ടോ. അത്രയും ബുദ്ധിമാനായിട്ടുള്ള ഒരാളാണ് ശ്രീനിവാസൻ. അവസാന കാലഘട്ടത്തിൽ മമ്മൂട്ടിയുമായിട്ട് കുറച്ച് പിണങ്ങി എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് സ്വന്തം കൃഷിയിടങ്ങളിൽ കൃഷി ഇറക്കുന്നുണ്ട്. ഒരുവിധ നടന്മാരൊക്കെ അങ്ങനെയാണ്. മോഹൻലാലിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, കൃഷിയിടങ്ങളിൽ കൃഷി ഇറക്കി ആ ജൈവ വസ്തുക്കളാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ മമ്മൂട്ടി പറയുന്നത് തന്റെ വയലിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ നെല്ലാണ് ഏറ്റവും നല്ലത് എന്ന് മമ്മൂട്ടി പറഞ്ഞു. അപ്പൊ ശ്രീനിവാസൻ പറഞ്ഞതാണ്, എന്റെ വയലിലുള്ള നെല്ലാണ് ഏറ്റവും നല്ല നെല്ല്, അരിയാണ് ഏറ്റവും നല്ലത് എന്ന് ശ്രീനിവാസനും പറഞ്ഞു. കാക്കയ്ക്ക് തൻ കുഞ്ഞു പൊൻകുഞ്ഞ് എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ രണ്ടുപേരും ആ കാര്യത്തിൽ ഭയങ്കര അടിയാണ്. എപ്പോഴും എന്റെ വയല് നിന്റെ വയല് എന്ന് പറഞ്ഞുകൊണ്ട്. അതിലാണ് ഇവർ അവസാന കാലഘട്ടത്തിൽ ഒരു അരിയുടെ പ്രശ്നം പറഞ്ഞിട്ടാണ് വഴക്കുണ്ടാക്കിയത് എന്ന് പറയുന്നു. ജൈവ കൃഷിയിൽ രണ്ടുപേരും ഭയങ്കര മത്സരമായിരുന്നു. ഇപ്പൊ മോഹൻലാലും ഉണ്ട് ട്ടോ അങ്ങനെ. അപ്പം ശരിക്കും ഇത് ഗണേഷ് കുമാറൊക്കെ പറയുന്നത് ചിരിച്ചുകൊണ്ടാണ് കേട്ടാ. സിനിമയിൽ ഇപ്പൊ പ്രിയന്റെ സിനിമയിൽ ഒരുവിധ സിനിമയിലൊക്കെ നമ്മുടെ ആരുണ്ടാവും, ശ്രീനിവാസൻ ഉണ്ടാവും അല്ലെ. അപ്പൊ ശ്രീനിവാസൻ ഉണ്ടാവും, ജഗദീഷ് ഉണ്ടാവും. അപ്പൊ ഈ ജഗദീഷ്, ശ്രീനിവാസൻ, മുകേഷ് ഇവരെ ഈ കൂട്ടുകെട്ട് നല്ല രസമാണ്. അതായത് സിനിമ കഴിഞ്ഞിട്ട് ഇവര് കുറച്ചു നേരം ഇരിക്കുമല്ലോ. അവർ ഒരു ഭാഗത്ത് ഒരിടത്ത് ഒരുമിച്ച് ഇരിക്കുകയാണെങ്കിൽ ആ വൈകിട്ടുള്ള നേരം ഭയങ്കര ആനന്ദകരമായിരിക്കും ഇവരുടെ ഒപ്പം ഇരുന്ന് കഴിഞ്ഞാൽ എന്നാ പറയുന്നത്. ജഗദീഷ് ഒട്ടും വിട്ടുകൊടുക്കില്ല, ശ്രീനിവാസനായിട്ട് അടിച്ചു നിൽക്കും. പക്ഷെ ഉറക്കം ഓളിയിട്ടുകൊണ്ട് ആള് രണ്ട് ഡയലോഗൊക്കെ പറഞ്ഞ് ഒച്ചയെടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുന്ന പറയുന്നത്. അങ്ങനെ അടിയറവ് പറഞ്ഞിരിക്കുന്നത് ആ കൂടി ശ്രീനിവാസന്റെ അടുത്ത് മാത്രം. പക്ഷെ നമ്മുടെ മുകേഷ് ആണെങ്കിൽ ഒരിക്കൽ പോലും അടിയറവ് പറയില്ല. മുകേഷ് ഒപ്പം പിടിച്ചു നിൽക്കും. ജഗദീഷ് സറണ്ടറായി അവിടെ നിന്ന് എണീറ്റ് പോയി കഴിഞ്ഞാലും മുകേഷ് ഒപ്പം പിടിച്ചു നിൽക്കും. അത്രയും ജീനിയസ് ആണ്. ഇത്രയും നന്നായി ഡയലോഗ് പറയുന്ന ആൾക്കാരിൽ ശ്രീനിവാസൻ, മുകേഷ്, ജഗദീഷ് ഇവരൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് അറിയാം. ഇവരൊക്കെ നന്നായിട്ട് വാക്ചാതുര്യമുള്ള ആൾക്കാരാണ്. ആ വാക്കുകൾ കൊണ്ട് തന്നെ ആൾക്കാരെ പിടിച്ചിരുത്തും അല്ലെ. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവര്. ശരിക്കും ഒരു ഗുസ്തി പോലെയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് കേട്ടോ, ഗണേഷ് കുമാർ പറയുന്നത്. എല്ലാം തമാശയായിട്ടാണ് പറയുന്നത്, എങ്കിലും നല്ല രസമാണ് ഇവരുടെ ഒപ്പം ഇരുന്നിട്ട് ഈ കഥകളും ഈ സംസാരങ്ങളും ഈ ദേഷ്യങ്ങളും കൊച്ചു കൊച്ചു പിണക്കങ്ങളും ഒക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നിർത്തുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു.